പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. ടൗണിൽ സാമാന്യം നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടർ നന്ദകുമാറിന്റെ സ്റ്റാഫ് നഴ്സാണ് അശ്വതി. രാവിലെ സർക്കാർ ആശുപത്രിയിലും ഉച്ചയ്ക്ക് ശേഷം പ്രൈവറ്റ് പ്രാക്ടീസുമാണ്. വിവാഹമോചനം കഴിഞ്ഞ് കുട്ടികളൊന്നുമില്ലാതെ ഒറ്റത്തടിയായി കഴിയുന്ന ഡോക്ടർ നന്ദകുമാറിന്റെ ക്ലിനിക്കിൽ ജോലിക്ക് പോകുന്നതിനോട് അശ്വതിയുടെ ഭർത്താവ് രവിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. നിന്നെപ്പോലെ ഒരു സുന്ദരി പെണ്ണ് അയാളെപ്പോലെ ഒരു പെണ്ണുപിടിയൻ ഡോക്ടറുടെ അടുത്ത് ജോലിക്ക് പോകണോ അശ്വതി? 2 ആഴ്ച മുമ്പ് അടുക്കളയിൽ ദോശ ചുടാൻ അവളെ സഹായിക്കുന്നതിനിടയിൽ അയാൾ ചോദിച്ചു. തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കെ അവൾ മുഖം തിരിച്ച് അയാളെ നോക്കി. രവിയേട്ടാ, നിന്നെപ്പോലെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ മതി, സുന്ദരി എന്ന വിശേഷണം വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ മുഖത്തെ നാണം അയാൾ ശ്രദ്ധിച്ചു. അതിൽ അല്പനേരം നോക്കിയിരുന്നു കൊണ്ട് ദോശ അല്പം കരിഞ്ഞും പോയി. ദോശ ചുട്ടുകഴിഞ്ഞ് കാസറോൾ അടച്ചു വെച്ചുകൊണ്ട് രവി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഈ കരയിൽ ആരുണ്ടടി നിന്റെ അത്രയും സൗന്ദര്യം? രവിയേട്ടാ, നമ്മുടെ മോനിപ്പൻ നഴ്സറി കുട്ടിയല്ല, മെഡിസിന് പഠിക്കുക. അപ്പം എന്റെ പ്രായം 17 അല്ല, അതുകൊണ്ട് ശൃംഗാരം ഒരു പൊടിക്ക് കുറയ്ക്കാം. അയാളുടെ ഓരോ പരാമർശവും അവളുടെ കവിളിലേക്ക് നാണത്തിന്റെ ചുവപ്പ് കൊണ്ടുവരുന്നത് അയാൾ കാണുന്നുണ്ടായിരുന്നു. നിന്റെ പ്രായം 17 അല്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിന്നെ കണ്ടാൽ ഇപ്പോഴും ഒരു 17കാരിയുടെ ലുക്ക് പോലെ തന്നെയാണ് കേട്ടോ മോളെ. ഈ രവിയേട്ടൻ, അവൾ ചൊടിച്ചു. വാചകമടിച്ച് എന്തിനുള്ള പുറപ്പാടാ? ഒരു പുറപ്പാടിനുമില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞല്ലേ. അവളുടെ മുഖത്ത് നാണവും പ്രസന്നതയും അല്പം മങ്ങുന്നത് അയാൾ ശ്രദ്ധിച്ചു. തേങ്ങ ചിരണ്ടുന്നത് അവൾ വേഗത്തിലാക്കി. തേങ്ങ തീർന്നില്ലേ? 1-2 കൂടി പൊതിച്ചാലോ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പൊതിച്ചത് 1-2 കിടപ്പുണ്ട്, അത് തീരട്ടെ, മറ്റൊന്നും ഓർക്കാതെ അശ്വതി പറഞ്ഞു. ആ ശരിയാ, ഇപ്പോഴാ കണ്ടത്. പെട്ടെന്ന് അയാളുടെ ചോദ്യത്തിലെ നർമ്മം ശ്രദ്ധിച്ച് അവൾ അയാളെ നോക്കി. എന്തോരം പൊതിച്ചതാ മനുഷ്യ നിങ്ങള്, എന്നിട്ടും കൊതി മാറിയില്ലേ? എടീ, ആണുങ്ങൾക്ക് ഇതിനോടുള്ള കൊതി മാറണമെങ്കിൽ ഒരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞതുപോലെ ചത്ത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കൂടി കഴിയണം. അവൾ അയാളെ കൃത്രിമ ദേഷ്യത്തോടെ നോക്കി. അയാൾ ഒന്നും മിണ്ടിയില്ല, ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. രവിയേട്ടാ, പൈസ എത്രയാന്ന് വെച്ചാ ചെലവിപ്പോൾ? പഠിച്ച തൊഴിലല്ലേ, മോന്റെ പഠിത്തവും, അതിനൊക്കെ എന്തോ ചെലവ് വരുമെന്നാ. ഒന്ന് സമ്മതിക്കുന്നേ. രവിയേട്ടന്റെ പേടി എന്താണെന്ന് എനിക്കറിയാം. നന്ദകുമാർ ഡോക്ടർ പെണ്ണുപിടിയനാണ്, അയാൾ എന്നെയും വീഴിക്കാൻ നോക്കും, ഞാൻ അയാളുടെ വലയിൽ പെട്ടുപോകും എന്നൊക്കെയല്ലേ ഇപ്പോൾ ആലോചിച്ചു കൂട്ടുന്നേ. ഇവിടെ രവിയേട്ടന്റെ ആവശ്യം തന്നെ നടത്തിത്തരാൻ എനിക്ക് രാഹുകാലം നോക്കണം. പിന്നെ എന്റെ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് രവിയേട്ടൻ ചിന്തിച്ചു പോയല്ലോ. നല്ല ആളാ. പൊയ്ക്കോ, മാസം 7000 ഈ സമയത്തൊരു ആശ്വാസം തന്നെയാ. പക്ഷെ നീ നോക്കിയും കണ്ട് നിന്നോണം, പറഞ്ഞത് മനസ്സിലായോ? അതും പറഞ്ഞ് രവി പുറത്തേക്ക് ഇറങ്ങി. ഓ, കുഴപ്പമില്ല, എന്തായാലും രവിയേട്ടൻ ജോലിക്ക് പോകാൻ സമ്മതിച്ചല്ലോ. രവിയേട്ടൻ തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പ്രശംസിക്കുമ്പോഴൊക്കെ മടി കൂടാതെ അശ്വതി അയാൾക്ക് വഴങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷേ രവിക്ക് പലപ്പോഴും ആവേശം നിലനിർത്താൻ കഴിയാറില്ല. അശ്വതി പാതി വഴി എത്തുന്നതിന് മുമ്പ് തന്നെ രവി യാത്ര അവസാനിപ്പിക്കും. എങ്കിലും അയാളോട് അവൾക്ക് കടുത്ത പ്രണയമായിരുന്നു. പുകവലിക്കില്ല, മദ്യപിക്കില്ല, വഴക്കുണ്ടാക്കില്ല, സൗമ്യമായ സംസാരം, അതൊക്കെ മതിയല്ലോ തനിക്ക്. അങ്ങനെയാണ് അശ്വതി സഞ്ജീവനി ക്ലിനിക്കിൽ നേഴ്സാകുന്നത്. ആദ്യ ദിവസം തന്നെ രവിയേട്ടൻ ഡോക്ടർ നന്ദകുമാറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. കുലീനമായ പെരുമാറ്റം, അയാളുടെ ഒരു രൂപം പോലെ തന്നെ ആകർഷകമായ സംസാര രീതി, ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന രൂപവും വ്യക്തിത്വവും, അനാവശ്യ സംസാരമോ നോട്ടമോ ഇല്ല. സാധാരണ തൊഴിലുടമകളിൽ കാണുന്ന അധികാര മനോഭാവവുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടതൊഴിലായ നഴ്സിംഗ് അശ്വതി ആസ്വദിച്ചുകൊണ്ട് തന്നെ നിർവഹിച്ചു. ജോലി സംബന്ധമായ ഒരു കാര്യത്തിലും ഡോക്ടർക്ക് അസംതൃപ്തി നൽകാതെ പ്രശംസനീയമായ രീതിയിൽ അവൾ ഒരു കാര്യവും ശ്രദ്ധിച്ചു ചെയ്തു. അങ്ങനെ കാലചക്രങ്ങൾ ഇഴഞ്ഞു നീങ്ങി. ക്ലിനിക്കിൽ നിന്ന് ബസ്സിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കവേ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈചിത്ര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അശ്വതി ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഏകപതി വ്രതത്തിന്റെ കാര്യത്തിൽ കർക്കശക്കാരിയായിരുന്ന താൻ എത്ര വേഗത്തിലാണ്
മറ്റുള്ളവർ ലൈംഗികമായി നോക്കുന്നതിനെയും സ്പർശിക്കുന്നതിനെയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. കുടുംബം, അതിന്റെ ഉത്തരവാദിത്തങ്ങള്, ഭർത്താവിനോടുള്ള വിധേയത്വം, കുഞ്ഞുങ്ങളോടുള്ള കടമകള്, ഇവയൊക്കെ മാത്രമായിരുന്നു തന്റെ ചിന്താമണ്ഡലത്തിൽ ഇതുവരെയും. ഇപ്പോൾ അതിനൊക്കെ കുറവ് വന്നുവെന്നല്ല, പക്ഷേ താൻ സ്വന്തം സുഹൃത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കുടുംബനാഥയായ ഒരു 40-കാരിയുടെ സ്വാഭാവികമായി നിറമില്ലാത്ത ലോകത്തിന് പകരം പ്രണയവും കാമവും സുഖവും ആസക്തിയും നിറഞ്ഞു വിളയാടുന്ന കടുംവർണ്ണങ്ങൾ നിറഞ്ഞ ലോകത്തെ താൻ തെരഞ്ഞെടുത്തത് എന്ത് ഭാവിച്ചാണ്? പലയിടത്തും മക്കള് മാതാപിതാക്കളെ കൊല്ലുന്നതിന്റെ വാർത്തകൾ വായിച്ച് താൻ ഞെട്ടാറുണ്ട്. അമ്മമാരിങ്ങനെയായി തീർന്നതിന്റെ സ്വാഭാവിക പരിണാമമായിരിക്കുമോ അതൊക്കെ? പക്ഷേ ആ സുഖം മുമ്പിൽ വരുമ്പോൾ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ലല്ലോ എന്റെ ഭഗവതി. എന്റെ മനസ്സിന്റെ കടിഞ്ഞാണിനെ നിയന്ത്രിക്കണമേ. ആളുകൾ പറയുന്നു താൻ അതിസുന്ദരിയാണെന്ന്. അതുപോലെ സുന്ദരമായ ഒരു മനസ്സും എനിക്ക് തരണമേ. അവൾ കണ്ണടച്ചുള്ളുരുകി പ്രാർത്ഥിച്ചു. അങ്ങനെ ബസ്സിറങ്ങി അവൾ നേരെ ഹോസ്പിറ്റലിലെത്തി. ക്ലിനിക്കിന്റെ പടി കടന്നു വരുന്ന അശ്വതിയെ കാത്തു നിൽക്കുന്നത് പോലെ ഡോക്ടർ നന്ദകുമാർ നിൽക്കുന്നു. ആ അശ്വതിയോ, എന്തേ താമസിച്ചത്? ഇല്ല ഡോക്ടർ, കറക്റ്റ് സമയമാ, അശ്വതി പറഞ്ഞു. ആ, എനിക്ക് തോന്നിയതായിരിക്കും. അശ്വതി ഒരു ചിരി ചിരിച്ചുകൊണ്ട് നഴ്സിംഗ് റൂമിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ വന്നു പറഞ്ഞു, അശ്വതി, നിന്നെ ഡോക്ടർ വിളിക്കുന്നു. അശ്വതി നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്നു. അശ്വതി ചെന്ന പാടെ ഡോക്ടർ പറഞ്ഞു, അശ്വതി ഇരിക്കെ. എന്താണ് ഡോക്ടർ? പതിവില്ലാതെ ഒരു അശ്വതി ചിരിച്ചുകൊണ്ട് കസേരയിലിരുന്നു. അശ്വതിക്കറിയാമല്ലോ എന്റെ കാര്യങ്ങളൊക്കെ. ഞാനൊരു വിഭാര്യനായിട്ട് കഴിയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. എന്ന് വെച്ച് എനിക്ക് അശ്വതിയെ വിവാഹം കഴിക്കണമെന്നും മറ്റുമല്ല. അശ്വതിക്കും ഒരു ഭർത്താവും കുടുംബമൊക്കെ ഉണ്ടെന്ന് അറിയാഞ്ഞിട്ടുമല്ല. എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ അശ്വതി? ഒരൊറ്റ പ്രാവശ്യം നമ്മൾ രണ്ടുപേരല്ലാതെ ഒരു ഈച്ച പോലും അറിയില്ല. അശ്വതി ഞെട്ടിപ്പോയി. ഡോക്ടറിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. എങ്കിലും മനസ്സിന്റെ കോണിൽ എവിടെയോ എന്തോ അദ്ദേഹത്തിനോടൊരു സഹതാപം. അദ്ദേഹവും ഒരാണല്ലേ. ഇത്ര നാളും തന്നോട് എന്തു മാന്യമായിട്ടായിരുന്നു അദ്ദേഹം ഇടപെട്ടത്. ഇപ്പോൾ ഈ പറഞ്ഞതും എത്ര മാന്യമായിട്ടാണ്. തനിക്ക് വേണമെങ്കിൽ നോ പറയാം, അവൾ ആലോചിച്ചു. വേണ്ട, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമല്ലേ, സാധിച്ചു കൊടുത്തേക്കാം. തനിക്കും ഒരു വെറൈറ്റി സുഖം കിട്ടുമല്ലോ. അവളൊന്ന് ചിരിച്ചു. എന്നിട്ട് പതിയെ കീഴ്ച്ചുകൊണ്ട് കടിച്ചു. ഡോക്ടർക്ക് വിശ്വസിക്കാനായില്ല. ഡോക്ടർ അവിടുന്ന് പതിയെ എഴുന്നേറ്റ് ചെന്ന് റൂമിന്റെ കുറ്റിയിട്ടു. പിന്നെ അവിടെ അരങ്ങേറിയത് ഒരു തൃശൂർ പൂരം തന്നെയായിരുന്നു.